ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം ഒരു പ്രസ്ഥാനമല്ല, പകരം സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണത്. സഭയിലെ ഇക്കാലയളവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭകാലം മുതൽ സഭയിൽ ആഴമായ സ്വാധീനം ചെലുത്തി ധാരാളം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവവചനത്തിൽ ജീവിക്കാനും സഭയെ അനുഭവിക്കുവാനും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ രക്ഷയുടെ അനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുകളും ഗ്രഹിക്കുവാനുമായി അവസരം ഒരുക്കിയത് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം തന്നെയാണ്. നവീകരണ ധ്യാനങ്ങളിലൂടെയും നവീകരണത്തിലെ ഫോർമേഷൻ പ്രോഗ്രാമുകളിലൂടെയും ധാരാളം അൽമായർ സഭയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വഴിയൊരുക്കി. ഇതിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃ സംവിധാനമായ KST ആണ്. KSTയുടെ ചെയർമാന്മാരുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണ ദർശനങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോട് കൂടെയായിരിക്കുന്നത് മാനന്തവാടി രൂപതാംഗവും ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപകനുമായ ഡോക്ടർ പോൾ മുണ്ടോളിക്കലച്ചനാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അച്ഛൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ, കരിസ്മാറ്റിക് നവീകരണ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചു. ആഴത്തിലുള്ള അച്ഛൻ്റെ നവീകരണ ദർശനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സുവിശേഷത്തിന്റെ അഗ്നി നെഞ്ചിൽ പേറുന്ന ജീവിതങ്ങളുടെ പങ്കുവയ്ക്കലുകൾ ഇവിടെ തുടർന്നു പോരുന്നു. ഇത് 1995 മുതൽ 98 വരെ നവീകരണ ജനതയുടെ തണലായിരുന്ന ഫാദർ പോൾ മുണ്ടോലിക്കൽ. നവീകരണം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണെന്ന ഉറച്ച ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ദിശാബോധത്തോടെ നയിക്കുകയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പകർന്നു നൽകി പുതിയ കാലഘട്ടത്തിലേക്ക് കരം പിടിക്കുകയും ചെയ്ത ഇടയൻ ഇന്നും തളരാതെ ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള ഈ യുഗാന്ത്യ ശുശ്രൂഷയ്ക്ക് കരുത്തു നൽകാനായി നവീകരണ സമൂഹത്തെ ഒരുക്കുകയും സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പിതൃസ്നേഹം. വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ആ വലിയ മുക്കുവന്റെ വാക്കിനു പുറകെ ഉറച്ച ബോധ്യങ്ങളോടെ സഞ്ചരിക്കുന്ന ഈ വൈദികൻ നവീകരണ മേഖലയിൽ ഇന്നിൻ്റെ ചുവടുവയ്പ്പുകളും നാളെയുടെ സ്വപ്നങ്ങളും പുതിയ ദർശനങ്ങളും നമുക്ക് പകർന്നു നൽകുന്നു. അച്ഛാ, ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണ രംഗത്തെ അനുഭവങ്ങളും അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ അനുഭവങ്ങളും ഏറെ സഹായകരമാകുന്നുണ്ട്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിലെ കുറച്ചുകൂടി ആഴത്തിലുള്ള വ്യക്തിപരമായ യേശു അനുഭവവും ദൈവാനുഭവവും കുറച്ചുകൂടി കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ധാരാളം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് മാനന്തവാടി രൂപതയിലായിരുന്ന സമയത്തും പിന്നീട് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായപ്പോഴും. ഇന്നിപ്പോൾ കരിസ്മാറ്റിക് നവീകരണം ജൂബിലിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ജൂബിലിയിലേക്ക് നീങ്ങുന്ന കരിസ്മാറ്റിക് നവീകരണത്തെ അച്ഛൻ ഇപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യ കാലഘട്ടത്തെയും ഇന്നത്തെയും വെച്ച് നോക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണം ഇപ്പോൾ കുറേയും കൂടി ദൈവാരൂപിയാൽ നയിക്കപ്പെടുന്നു എന്നതിനേക്കാളും
ചില സംഘടനകളും സംവിധാനങ്ങളും വഴി നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആധ്യാത്മികതയുടെ തന്നെ സ്വഭാവത്തിൽ ആദ്യത്തെ തുടക്ക കാലഘട്ടത്തിലെ ധ്യാനങ്ങളും ഇന്ന് നടക്കുന്ന ധ്യാന സെൻ്ററുകളിൽ നടക്കുന്ന ധ്യാനങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ പൊതുവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ആദ്യത്തെ ശൈലിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും എത്ര വർഷം കൂടിയവർക്കാണെങ്കിലും ധ്യാന സെൻ്ററുകളിലെ ധ്യാനത്തിന് മാറ്റമില്ല. ഏതാണ്ട് അതേ ശൈലിയിലുള്ള ടോക്കുകൾ, ഇപ്പോൾ ഒരു വളർച്ചാ ധ്യാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറയുന്നു, അത് എത്ര വർഷമായാലും അങ്ങനെ. അപ്പോൾ ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക് നവീകരണം അതിനാൽ തന്നെ ഒരു ലക്ഷ്യമല്ല. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ റോമാക്കർക്കുള്ള ലേഖനം 8:14 പറയുന്നതാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുക എന്ന് പറയുന്നത് നിരന്തരം ദൈവഹിതം അറിഞ്ഞുള്ള ജീവിതമാണ്. അതിന് പ്രത്യേകമായിട്ട് ആ വ്യക്തികൾക്കെല്ലാം വരങ്ങൾ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന ഇന്നത്തെ കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി കേരളത്തിൽ ധ്യാന സെൻ്ററുകൾ തുടങ്ങിയതാണ് നടക്കുന്നു. പക്ഷേ ഇന്നും ഒരു ആഴത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വളരാൻ സഹായിക്കുന്ന ധ്യാന രീതികൾ നമ്മുടെ ധ്യാന സെൻ്ററുകളിൽ ഇല്ല എന്നാണ്. അതെനിക്കൊരു കുറവായിട്ട് തോന്നുകയാണ്. കാരണം ഇപ്പോൾ എത്ര പ്രാവശ്യം ധ്യാനം കൂടിയവരാണെങ്കിൽ ഓരോ പ്രാവശ്യം ധ്യാനം വരുമ്പോൾ വലിയ ശബ്ദത്തിലും ഒക്കെയുള്ള ആ ധ്യാനങ്ങളല്ലാതെ ശാന്തമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും ആ വിധത്തിലൊരു ആഴമായ പ്രാർത്ഥനാനുഭവത്തിലേക്ക് വളരാനും സഹായിക്കുന്ന തീംസ് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതായത് ആഴത്തിലുള്ള ഒരു ദൈവാനുഭവം നമുക്ക് സിദ്ധിക്കണം. കാരണം സാധാരണഗതിയിലുള്ള ധ്യാനങ്ങൾ പൊതുവേ നമുക്കൊരു മാനസാന്തരത്തിലേക്ക് വരാനും ഒരു ആദ്യ ദൈവാനുഭവത്തിലേക്ക് വരാനും, പക്ഷെ അതുകൊണ്ടായില്ല. നമ്മളതിൽ നിലനിന്ന് വളരണമെങ്കിൽ കുദാശകൾ ഒരുങ്ങി സ്വീകരിക്കുന്നതും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതും പിന്നെ വ്യക്തി തന്നെ ആത്മസംയമനത്തിലൂടെ വളരുന്നത്, എളിമയിൽ വളരുന്നത്, സഹോദര സ്നേഹത്തിൽ വളരുന്നതിൽ, പങ്കുവയ്ക്കുന്നതിൽ വളരുന്നത്, ശിഷ്യത്വത്തിൽ വളരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യമായിട്ട് അത് വ്യക്തി സ്വയം ബോധ്യപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ആധ്യാത്മികത ധ്യാന സെൻ്ററിനെ ആശ്രയിച്ചിരിക്കുന്ന ധ്യാനത്തിൽ കൂടാൻ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉണർവുണ്ടാവുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേ അതങ്ങ് ഇല്ലാതാവുന്നു. പിന്നെ അടുത്ത ധ്യാനത്തിന് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിലനിന്നൊരു വളർച്ചയ്ക്ക് സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് അച്ഛന് നിർദ്ദേശിക്കാവുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഈ ഒരു കാലഘട്ടത്തോട് അച്ഛന് നിർദ്ദേശിക്കാവുന്ന കാര്യം എന്തായിരിക്കും? എനിക്ക് തോന്നുന്ന ഒരാശയം, നമ്മൾ ധ്യാന സെൻ്ററുകളിൽ വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ധ്യാന സെൻ്ററുകളിൽ വല്ലപ്പോഴുമെങ്കിലും കുറേയും കൂടി ശാന്തമായിട്ട് ധ്യാനിക്കാനുള്ള, കുറേ കൂടി ആഴത്തിൽ വളരാൻ സഹായിക്കുന്ന വിധത്തിലുള്ള തീംസ് ധ്യാനത്തിൻ്റെ ചിന്താവിഷയമായിട്ട് എടുക്കുകയും അങ്ങനെയുള്ള ധ്യാനങ്ങൾ, അതായത് ഇത്ര ശബ്ദമുഖരിതമല്ലാത്ത ധ്യാനങ്ങൾ നടക്കുകയും അങ്ങനെ അവർക്ക് തന്നെ കുറച്ചുകൂടി സ്വയം ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ ഇത്രയും ഫുൾ ടൈം ടോക്ക് അല്ലാതെയുള്ള ധ്യാനങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന്, സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ആധ്യാത്മികത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് വേണ്ടതുപോലെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ വളരെ വളരെ ലളിതമാണ് ആധ്യാത്മിക ജീവിതം. ഈശോ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 14:6 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോ നടന്ന വഴി, നമുക്ക് കാണിച്ചു തന്ന വഴി എളിമയുടേതാണ്, അനുസരണത്തിൻ്റെതാണ്, നിരന്തരം ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതിൻ്റെതാണ്. അതുപോലെ തന്നെ ഈശോ നടന്ന വഴി സത്യത്തിൻ്റെതാണ്. ഏത് കാര്യത്തിലും സത്യസന്ധത നമുക്കിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ബാഹ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും യഥാർത്ഥ ജീവിതവുമായിട്ട് ഒത്തിരി അന്തരമുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ സത്യസന്ധതയുടെ കുറവ് ആധ്യാത്മികതയിൽ വലിയൊരു കുറവാണ്. ഈ സത്യസന്ധതയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആധ്യാത്മികതയിൽ തന്നെ മാറ്റം വരും. അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്ന മനോഭാവം, എനിക്ക് കുറേയൊക്കെ നഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും എൻ്റെ സഹോദരന് സന്തോഷമുണ്ടാകുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീയ സന്തോഷം, അതിലേക്ക് വളരാൻ പറ്റുന്ന ഒരു ആധ്യാത്മികത, അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതിലൂടെയും അവരുടെ ജീവിതത്തിലെ ആശയങ്ങളും അവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ ആശയങ്ങളും നമ്മുടെ ധ്യാനങ്ങളിൽ ഭാഗമാക്കുകയൊക്കെ ചെയ്തെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ധ്യാനങ്ങൾ ഉണ്ടാകണം, അതുപോലുള്ള ധ്യാന പ്രസംഗങ്ങൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ വളർന്ന വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാകണം. അതാണ് മറ്റുള്ളവർക്കൊരു പാഠമായിട്ട് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് തീരേണ്ടത്. അതിൻ്റെയൊക്കെ ഒത്തിരി കുറവേ എനിക്ക് അനുഭവം.
ഞാൻ കാണുന്നു. അച്ഛൻ ഇടയ്ക്ക് ഇതിൻ്റെ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമായിരുന്നു, ഈ ദൈവത്തെ ശ്രവിച്ച് ശാന്തമായി ദൈവത്തെ കേട്ട് അങ്ങനത്തെ ഒരു ആധ്യാത്മികത രൂപപ്പെടണം, അങ്ങനെയുള്ള ധ്യാനങ്ങൾ ഉണ്ടാകണമെന്ന്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ അപ്പം അച്ഛൻ എത്രത്തോളം അങ്ങനെ ഒരു ശാന്തമായി അച്ഛൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥനാ രീതി എത്രത്തോളം അച്ഛന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആകെ 4 കരിസ്മാറ്റിക് ധ്യാനമേ കൂടിയിട്ടുള്ളൂ. മറ്റു ധ്യാനങ്ങളെല്ലാം സാധാരണ ധ്യാനങ്ങളാണ്. പക്ഷേ ഓരോ ധ്യാനവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഒരു അവസരമാണ്. എല്ലാ ദിവസവും ഞാൻ കഴിയുന്നിടത്തോളം 1 മണിക്കൂർ സമയം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സെമിനാരിലായതുകൊണ്ട് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വചനം വായിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സെമിനാരിലായിരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായിട്ടും നമ്മുടെ വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കൊച്ചു ത്രേസ്യയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിശുദ്ധരുടെ ചരിത്രത്തിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വിശുദ്ധനാണ് ബെർണാഡ് ഓഫ് ക്ലെയർവോ. അദ്ദേഹം ഉത്തമഗീതത്തിൻ്റെ 4 വോളിയൂംസ് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ആഴമുള്ള ആധ്യാത്മികത ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ പിന്നീട് അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ കുറേയും കൂടി എനിക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ ആഴമായ ബോധ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഈ റാൽഫ് മാർട്ടിൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാലത്തെ അൽമായ ലീഡേഴ്സിലാണ്. ഇന്നും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ ഡിസയേഴ്സ്. അദ്ദേഹം ശരിക്ക് ഈ പറയുന്ന വിശുദ്ധരുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ക്രോഡീകരിച്ച് അത് അപ്പാടെ തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നൊരു പുസ്തകമാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ പുസ്തകത്തേക്കാൾ അധികമായിട്ട് അദ്ദേഹം ഒരു അൽമായ സഹോദരനായിരുന്നിട്ട് അദ്ദേഹം ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്തെന്നുള്ളതാണ്. നമുക്കും വേറെ ഒരു എളുപ്പ വഴി ഞാൻ കാണുന്നില്ല ആത്മീയമായിട്ട് വളരാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളും കൂടുതൽ നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും അത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എങ്ങനെ സാധിക്കും, ആ വിധത്തിലുള്ള ധ്യാനങ്ങളും ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണ്. അതായത് അച്ഛനൊരു വൈദികൻ എന്ന വണ്ണം അച്ഛന് ഇങ്ങനെയുള്ള ധാരാളം പുസ്തകങ്ങൾ വായിക്കാനും ഒരു ധ്യാനാത്മക പ്രാർത്ഥന, മെഡിറ്റേഷൻ, അതൊക്കെ അച്ഛന് ഒരു സാധാരണ ഒരു കർഷകനായ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായ ഒരു അൽമായൻ്റെ ജീവിതത്തിൽ അവനും ഇത്തരത്തിലൊക്കെയുള്ള ചില ആഴമേറിയ പ്രാർത്ഥനാ ശൈലികളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലല്ലേ ആഴത്തിലുള്ള ആധ്യാത്മികത ഉണ്ടാവും. ഷാജി, സാധാരണക്കാരായ മനുഷ്യരുടെ ആധ്യാത്മിക ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ട രീതികളും സമർപ്പിതർ, വൈദികർ, സന്യസ്തർ അവരൊക്കെ സ്വീകരിക്കേണ്ട രീതികളും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. കാരണം രണ്ടുപേരുടെയും ഇവരുടെയൊക്കെ ജീവിതാന്തസ് അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധിയിലുള്ള വളർച്ച. കാരണം എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഈ കുടുംബജീവിതം നയിക്കുന്നതും പറമ്പിൽ കൃഷി പണിയെടുക്കുന്നതും ഓഫീസിൽ ജോലി ചെയ്യുന്നതും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇവരെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വഴികളുണ്ട്, ദൈവം നിർദ്ദേശിക്കുന്ന വഴികളുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൽ കാണുന്ന ഒരു നന്മ, ആദ്യമായിട്ടൊരു അനുഭവത്തിലേക്കൊക്കെ വരാൻ ഇന്നത്തെ രീതിയിലുള്ള ധ്യാനങ്ങൾ സഹായകരമാണ്. ഗാനങ്ങളും അതുപോലെ തന്നെ വചനപ്രഘോഷണം, ഒരുമിച്ചുള്ള സ്തുതിപ്പ്, അതെല്ലാം സഹായകരമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒരു ആഴത്തിലേക്കുള്ള ദൈവാനുഭവത്തിലേക്കൊക്കെ വരണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള ധ്യാന രീതികൾ, അങ്ങനെ ധ്യാനിക്കാനൊക്കെ പറ്റുന്ന ധ്യാന സെൻറ്ററുകൾ, അതുപോലുള്ള തീംസ് ധ്യാനത്തിൽ പറയുന്നത് അതാവശ്യമാണ്. പിന്നെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അൽമായ സഹോദരനോ സഹോദരിയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ദൈവത്തിന് കൊടുക്കുന്ന ഒന്നാം സ്ഥാനം, അതിന് കുറച്ച് സമയമെങ്കിലും, ഇപ്പോൾ 1 മണിക്കൂറൊന്നും അവർക്ക് സാധിക്കില്ല, പക്ഷെ ഒരു കുറച്ച് സമയം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക, അതുപോലെ ദൈവവചനം വായിക്കാനായിട്ട് ഒരു കുറച്ച് സമയമെങ്കിലും എല്ലാ ദിവസവും എടുക്കുക, ഒരു കൊന്തെങ്കിലും ചെല്ലുക. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ആധ്യാത്മികതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള വിശ്വസ്തത, മക്കളോടുള്ള ആ ഉത്തരവാദിത്വ ബോധം, ക്രൈസ്തവ ജീവിത സാക്ഷ്യം കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ, അതെല്ലാം ഈ ഒരു സാധാരണ അൽമായൽ സഹോദരനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയിൽ വളരാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹനങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരു ദൈവത്തിൻ്റെ പരിപാലന കണ്ടുകൊണ്ട് സ്വീകരിക്കുമ്പോൾ
അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധിക സമയം ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, പക്ഷേ അവിടെ ഈ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കാൻ, ഓരോ ജീവിതത്തിലെ സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പരിപാലനം കാണാൻ സാധിക്കുക. അതേസമയം അവർക്കും ആവശ്യമാണ് ഇടയ്ക്കൊക്കെ ശാന്തമായിട്ട് ധ്യാനത്തിനായിട്ട് സമയം എടുക്കുന്നതും, അതുപോലെ ഇടയ്ക്ക് ഒരു പക്ഷേ കുറച്ച് സമയമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ അവരുടെ വളർച്ചയ്ക്ക് അവരെ സഹായിക്കും. തികഞ്ഞ ആത്മീയ ജീവിത ശൈലി രൂപീകരിക്കുവാൻ നാം ഹൃദയത്തിൽ ആത്മാവിനാൽ നിറഞ്ഞ് ആ ദൈവസ്വരം ശ്രവിക്കുവാൻ ശാന്തമായി കാത്തിരിക്കുക എന്ന പ്രാർത്ഥനാ ശൈലി ഈ പുരോഹിതൻ പുലർത്തുന്നു. സ്നേഹത്തിൽ ഒന്നായി സ്നേഹത്തിൽ ജീവിക്കാൻ, കുരിശിലെ സ്നേഹത്തെ ആഴത്തിൽ ധ്യാനിക്കുവാൻ നാം ശ്രമിക്കുക. പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂടെ നിർത്തുക. ദിവ്യകാരുണ്യത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. ഈ 3 കാര്യങ്ങളും നമ്മിൽ രൂപീകരിച്ചാൽ നാം എല്ലാം നവീകരണത്തിൻ്റെ ഉജ്ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറും എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛാ, ഇത് ജൂബിലിയിലേക്ക് അന്തർദേശീയ തലത്തിൽ കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയതിൻ്റെ ജൂബിലി 2017 അപ്പോൾ കരിസ്മാറ്റിക് നവീകരണം സത്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു വരദാനമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇക്കാലയളവിലെ വലിയൊരു ഇടപെടലാണ്. ഇത് ശരിക്കും വർദ്ധിച്ച് ശക്തിപ്പെട്ട് വന്നാലല്ലേ നമുക്ക് സഭയെ ആകമാനം സ്വാധീനിക്കാൻ കരിസ്മാറ്റിക് നവീകരണത്തിന് സാധിക്കും. അങ്ങനെ ഇന്ന് കരിസ്മാറ്റിക് നവീകരണം പടിപടിയായി ശക്തിപ്പെടുന്നു എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന നിലയിൽ അത്രയ്ക്കിന്ന് ഇതിൽ ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ കരിസ്മാറ്റിക് നവീകരണം ഏതായാലും നിന്നു പോകാൻ പാടില്ല, ദൈവം ആഗ്രഹിക്കുന്നത്ര. അപ്പം അങ്ങനെയെങ്കിൽ ഇത് ശക്തിപ്പെട്ട് വളരാൻ അച്ഛൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ അച്ഛൻ്റെ മനസ്സിൽ വരുന്നുണ്ട്? എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ ചരിത്രത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലെ നമ്മുടെ ഇന്നത്തെ സംവിധാനങ്ങളിൽ ഇതിൻ്റെ നേതൃത്വത്തിലേക്കൊക്കെ വരുന്നവർ വളരെ പെട്ടെന്ന് പിതാക്കന്മാർ അവർ നിയമിക്കുന്നവരായിരിക്കാം. അവർ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആത്മീയ ഒരുക്കം ഒരുപക്ഷെ അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നേതൃത്വത്തിലേക്ക് വരുന്നവർ തന്നെ കുറച്ചുകൂടി ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവരും അവരുടെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കണം. അതല്ലാതെ രൂപതയിൽ മറ്റേതെങ്കിലും ഒരു ഓഫീസിൽ ഒരു വൈദികനെ നിയോഗിക്കുന്നത് പോലെ തന്നെ ഇതിനും നിയോഗിച്ചാൽ ആ ഒരു ആത്മീയ ചൈതന്യം, ആ ഒരു ചൈതന്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ പരമ്പരാഗതമായ ആധ്യാത്മികത, വിശുദ്ധരൊക്കെ പറഞ്ഞിട്ടുള്ള ആധ്യാത്മികതയിൽ വളരാനുള്ള പുതിയ മാർഗങ്ങൾ, അതിനുള്ള എളുപ്പമുള്ള ലളിതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ആത്മീയത വളർത്തിയെടുക്കാൻ ലീഡർഷിപ്പിലൊക്കെ ആണെങ്കിലും ഉള്ളവരുടെ ഭാഗത്തു നിന്ന് കുറേയും കൂടി ഒരു പരിശ്രമം, അവരുടെ അങ്ങനെയുള്ള കൂട്ടായ്മകൾ, പങ്കുവയ്ക്കലുകൾ. കാരണം പണ്ടത്തേക്കുള്ള സെല്ലുകൾ ഒരു മാനസാന്തരപ്പെട്ട് ഉടനെ ഉണ്ടാകുന്ന പ്രാർത്ഥനാനുഭവം. ഇനി അതല്ല, കുറച്ചുകൂടി വളർന്നവർക്ക് ജീവിതത്തിലെ സഹനങ്ങൾ എങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാനുള്ള സന്നദ്ധത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യങ്ങളുള്ള ലീഡേഴ്സിൻ്റെ ഒരു നിര കൂടുതൽ വളർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന വിധത്തിലുള്ള വളർച്ചയ്ക്കുള്ള വഴികൾ, അതിനെപ്പറ്റി ചിന്തിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, സമയം തീരാറാകുന്നു. സുവിശേഷത്തിനായി നിലവിളിക്കുന്ന രാജ്യങ്ങളുടെ രോദനങ്ങൾ ഉയർന്നു കേൾക്കുന്നു. യേശുവിനെ അറിയാത്തവരെ തേടി നാം യാത്രയാകേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിനു വേണ്ട പുത്തൻ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. നവീകരണ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഓരോ സുവിശേഷ വയലിലെ വേലക്കാരനാകുന്നു. യജമാനൻ ക്രിസ്തുവും വയലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളും. ഓരോ വേലക്കാരനും അവനവൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുക. അത് അവർ തന്നെ നിർവഹിച്ചേ മതിയാകൂ. അവർക്കു പകരമായി ആരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഉണരുക, നമ്മുടെ നാഥനു വേണ്ടി ആത്മാക്കളെ സ്വന്തമാക്കി നമുക്ക് സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയിൽ പങ്കുചേരാം.
പരിശുദ്ധ പിതാവ് ഈയിടെ പറയുകയുണ്ടായി, കരിസ്മാറ്റിക്കുകാരെ 2017 പെന്തക്കോസ്താ നാളിൽ മാർപ്പാപ്പ നിങ്ങളെ കാത്തിരിക്കുന്നു വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിങ്ങളോടൊപ്പം ബലിയർപ്പിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും വത്തിക്കാനൊക്കെ കരിസ്മാറ്റിക് നവീകരണത്തെ കാണുന്നത് സഭയിലെ വലിയൊരു സവിശേഷമായ ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണെന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. പക്ഷേ നമ്മൾ അതിനെ അത്രത്തോളം വിലയുള്ളതായി കാണുന്നുണ്ടോ? ഞാൻ ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായതുകൊണ്ട് തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിന് വലിയ വില കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ ആദരവോടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ ധ്യാന സെൻ്ററുകളൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ ഞാൻ നന്ദിയോടെ ആദരവോടെ തന്നെയാണ് കാണുന്നത്. അതേസമയം നമ്മൾ അവിടെ നിന്നു പോകരുത്, മുമ്പോട്ട് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ സഹായിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ വളരാനുള്ളവരാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ തന്നെ ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ കുറേ വർഷങ്ങളൊക്കെ ആയവർ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. അവരെ കൂടി നോക്കിയിട്ടും കൂടി മറ്റുള്ളവർക്ക്, സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കേണ്ടത്, സഹനങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, അതുപോലെ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ്, ലളിത ജീവിതം എങ്ങനെയായിരിക്കണം ഈശോയുടെ ശൈലിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജീവിത സാക്ഷ്യങ്ങളും ആവശ്യമാണ്, പഠനങ്ങളും ആവശ്യമാണ്. അച്ഛാ, കരിസ്മാറ്റിക് നവീകരണം അവിടെ തന്നെ നിന്നു പോകരുത് എന്നുള്ള അച്ഛൻ്റെ ആ ഒരു വലിയ സ്വപ്നത്തെ എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. അതിൽ നിന്നും മുന്നോട്ട് പോകണം. കരിസ്മാറ്റിക് നവീകരണം അത് നൽകുന്ന ഒരു സുഷുപ്തിയിൽ നിന്നു പോകരുത്. അവിടുന്ന് അത് പുറത്തേക്കിറങ്ങി പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ സ്വപ്നം ഈ കാലഘട്ടത്തിന് ഏറ്റവും ഇണങ്ങുന്ന ഒന്ന് തന്നെയാണ്. കരിസ്മാറ്റിക് നവീകരണം എന്താകണം എന്നുള്ള വലിയൊരു പ്രവാചക സ്വരം അച്ഛൻ്റെ ഈ വാക്കുകൾക്കകത്തുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തോടുള്ള അച്ഛൻ്റെ ഈ ആഴമായ പ്രതിബദ്ധതയ്ക്കും സ്നേഹത്തിനും ഞങ്ങളേറെ അച്ഛൻ്റെ വിലപ്പെട്ട ഈ സമയം ഉപയോഗിച്ച് അച്ഛൻ ഞങ്ങളോട് പങ്കുവച്ച വലിയ ദൈവാനുഭവങ്ങൾക്കൊക്കെ അച്ഛനോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെ ഈ ചിന്തകൾ, കഴിഞ്ഞ 3 എപ്പിസോഡുകളിലൂടെ അച്ഛൻ ഞങ്ങളുമായി പങ്കുവച്ച ഈ ചിന്തകൾ തീർച്ചയായിട്ടും ഒരു പടി കൂടി കരിസ്മാറ്റിക് നവീകരണത്തെ സ്നേഹിക്കാനും ഒരു പടി കൂടി അർപ്പണം കരിസ്മാറ്റിക് നവീകരണത്തോട് കാണിക്കാനും അച്ഛനെ കേൾക്കുന്ന ഏവർക്കും പ്രചോദനം നൽകുന്നു. അച്ഛൻ്റെ വിലപ്പെട്ട ഈ സമയത്തിനും അച്ഛൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തുതി. നന്ദി ഷാജി. അതെ, കാലത്തിനു മുൻപേ സഞ്ചരിച്ച് യുഗാന്ത്യ ശുശ്രൂഷയ്ക്കായി നമുക്ക് കരുത്തു നേടാം. കാലത്തിൻ്റെ തിരമാലകൾ തീരങ്ങളിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതെ, ഈ വൈദികന്റെ കാഴ്ചപ്പാടുകളും നമുക്ക് മുൻപിൽ പുതിയ വർണ്ണങ്ങൾ വരച്ചു ചേർക്കുന്നു. പക്വതയോടെ, തികഞ്ഞ സമർപ്പണത്തോടെ നവീകരണ സമൂഹത്തിനെ നെഞ്ചോടു ചേർത്ത് ചൂടു നൽകുന്നതിന് നന്ദി. ഈ കാൽപ്പാടുകൾ ഈ തീരങ്ങളിൽ പതിയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പുതിയ പൂക്കളായി വിരിയട്ടെ. അവയെല്ലാം കോർത്തിണക്കി നന്ദിയുടെ ഒരു പൂച്ചെണ്ടായി നമുക്ക് ആ ക്രൂശിതനു മുൻപിൽ നൽകാം. ഇത്തരം അഭിഷിക്തരെ നമുക്ക് നൽകിയ സ്നേഹത്തിന് മുൻപിൽ നന്ദിയായി. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുവില്ലെന്നേ ഒരു നാളും അകറ്റുവില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും, അകറ്റുവില്ലെന്നേ ഒരു നാളും അകറ്റുവില്ലെന്നേ
കർത്താവേ നിൻ സ്നേഹത്തിൽ ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, ആകുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, ആകുവാൻ നിൻ വചനം